അമ്മ എന്ന ആ രണ്ടക്ഷരത്തിന് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. അമ്മയുടെ തണലിലാണ് ഓരോ മക്കളും വളരുന്നത്, സ്വപ്നങ്ങൾ കാണുന്നത്. പക്ഷേ ഒരു നിമിഷത്തെ അശ്രദ്ധ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ലാഭത്തിനു വേണ്ടിയുള്ള ധൃതി അത് കവർന്നെടുത്തത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രകാശത്തെയാണ്. ഒരു നാടൊന്നാകെ വിറങ്ങലിച്ചു പോയ ദിനമായിരുന്നു ഇന്നലെ. ആ രണ്ട് കുരുന്നുകളെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക? അവരുടെ അമ്മ ഇനി ഒരിക്കലും തിരിച്ചുവരില്ല എന്ന യാഥാർത്ഥ്യം അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു നരാധമന്റെ മരണപ്പാച്ചിലിൽ അവിടെ ഇല്ലാതായത് കുടുംബത്തിന്റെ വിളക്കാണ്. തന്റെ കൈപിടിച്ച് ചേർത്ത് നിർത്തി യാത്ര ചെയ്തിരുന്ന പ്രിയപ്പെട്ട അമ്മ. ഒരു നിമിഷം മുമ്പ് വരെ ചിരിച്ചും വർത്തമാനം പറഞ്ഞും കൂടെയുണ്ടായിരുന്ന ആ തണൽ കൺമുന്നിലൊരു ചോരക്കളമായി മാറുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ആ 9 വയസ്സുകാരന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ പിഞ്ചു മനസ്സിനേറ്റ മുറിവ് ഉണങ്ങാൻ ഇനി എത്ര കാലമെടുക്കും? പാലക്കാട് വാടാനാംകുറിശി കുഴിയാനാംകുന്ന് പട്ടാന്തൊടി സുധാകരന്റെ ഭാര്യ ദിവ്യയുടെ മരണം ഏറെ ഞെട്ടലുളവാക്കുന്നതാണ്. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി പട്ടാമ്പി പാലക്കാട് സംസ്ഥാന പാതയിലാണ് ദിവ്യയുടെ മരണത്തിനിടയാക്കിയ അപകടം നടക്കുന്നത്. 9 വയസ്സുകാരനായ മകൻ കൈലാസിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു ദിവ്യ. എന്നാൽ അതിനിടയിൽ അമിത വേഗതയിൽ പാഞ്ഞെത്തിയ ഒരു സ്വകാര്യ ബസ് ദിവ്യയുടെ സ്കൂട്ടറിലിടിക്കുകയായിരുന്നു. അമിത വേഗതയിൽ മറ്റു വാഹനങ്ങളെ വെട്ടിച്ചും ഓവർടേക്ക് ചെയ്തുമാണ് ബസ് വന്നിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ദിവ്യയുടെ ശരീരത്തിലൂടെ ആ ബസ് കയറിയിറങ്ങുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ദിവ്യയുടെ ജീവൻ പൊലിഞ്ഞു. കൂടെയുണ്ടായിരുന്ന മകൻ കൈലാസ് നിസാര പരിക്കുകളോടെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പക്ഷേ സ്വന്തം അമ്മയുടെ മരണം കൺമുന്നിൽ കാണേണ്ടി വന്ന ആ കുട്ടിക്ക് അത് നിസാര പരിക്കല്ല, ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന ഒരു നോവാണ്. ഈ അപകടത്തിന് പിന്നാലെ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് അപകടത്തിന് കാരണമായതെന്നാരോപിച്ച് നാട്ടുകാർ റോഡിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. നമ്മുടെ റോഡുകൾ ഇന്ന് മരണക്കെണികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ ഈ മരണപ്പാച്ചിൽ. ടൈം കീപ്പിംഗിന്റെ പേരും പറഞ്ഞ് നിരപരാധികളുടെ ജീവൻ വെച്ചാണ് ഇവർ പന്താടുന്നത്. റൂട്ടുകളിൽ സമയം പാലിക്കാൻ ഡ്രൈവർമാർ കാണിക്കുന്ന ഈ അമിതവേഗതയ്ക്ക് വിലയായി കൊടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരുടെ ജീവനാണ്. എവിടെയാണ് നമ്മുടെ നിയമങ്ങൾ? എവിടെയാണ് പരിശോധനകൾ? ഒരു അപകടം നടക്കുമ്പോൾ മാത്രം ഉണരുകയും പിന്നീട് എല്ലാം മറക്കുകയും ചെയ്യുന്ന ഈ അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണം. ദിവ്യയുടെ ഈ മരണം ആ കുടുംബത്തിനേറ്റ ആഘാതം മാത്രമല്ല, സമൂഹത്തിനാകെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായി അധികാരികൾ അടിയന്തരമായി ഇടപെടുക തന്നെ വേണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്.